ഓരോ ദിവസവും എൻ്റെ കുട്ടികളോടുള്ള ബൂട്ട് കടം വാങ്ങിയിട്ടാണ് ഒരു ദിവസവും കളിക്കാൻ തന്നെ പോണത്. അന്ന് ആരോടും നിങ്ങൾ പറയലില്ല. ഓരോ ദിവസം ഞങ്ങൾക്ക് അറിയാം എന്താ കഷ്ടപ്പാട് പെടുത്തത്. ഓനിക്ക് തന്നെ അറിയപ്പെടുത്തത് എന്താന്നൊക്കെ. വേറെ അങ്ങനെ ആവില്ല. നല്ലൊരു വീടും മതി. സൈക്കിൾ പോളോയിലെ മെഡലുമായി കോഴിക്കോട് ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ഷാനിദ് സുഹറ ടീച്ചറുടെ അടുത്തേക്ക് വരുന്ന സന്തോഷം നൽകുന്ന വീഡിയോ കണ്ടാണ് സ്കൂളിലേക്ക് തിരിച്ചത്. ആ മെഡലുമായി അവൻ എത്തിയതിന് ഒരു കാരണമുണ്ട്. സൈക്കിൾ പോളോയിൽ കൂട്ടുകാരുടെ സൈക്കിളുമായി പ്രാക്ടീസ് നടത്തുകയും മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്ന അവന് സ്വന്തമായി ഒരു സൈക്കിൾ വാങ്ങി നൽകിയത് സുഹറ ടീച്ചറാണ്. ആ സൈക്കിളിലാണ് കേരള ടീമിൽ ഇടം പിടിച്ചതും ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയതും. നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കളിക്കുന്ന വളരെ സ്കിൽഡായിട്ടുള്ള ഒരു മോൻ. അപ്പോൾ അവന് ജില്ലാ ലെവലിലൊക്കെ നന്നായിട്ട് ഏറ്റവും ടോപ്പായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവൻ കളിക്കുന്നത് വേറെ ആരോടെങ്കിലും സൈക്കിൾ കടം വാങ്ങിയിട്ടാണ് എന്നുള്ളത് അറിഞ്ഞപ്പോഴാണ് റിയാസ് മാഷോട് ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, സൈക്കിൾ പോളോയുടെ സൈക്കിൾ എന്താണെന്ന് എനിക്കറിയില്ല, എത്രയായാലും കുഴപ്പമില്ല, ഞാനത് വാങ്ങിക്കൊടുക്കാം. അങ്ങനെ റിയാസ് മാഷാണ്. പിന്നെ ഇവിടെ കോഴിക്കോട് അന്വേഷിച്ചപ്പം കിട്ടാനില്ല, പെട്ടെന്ന് വേണ്ടിയിരുന്നു ആ കുട്ടിക്ക്. അപ്പോൾ പിന്നെ എറണാകുളം പോയിട്ട് സാറ് സംഘടിപ്പിച്ചു കൊടുത്തു. അന്ന് അവൻ എവിടെ എത്തിയിരുന്നോ? നമ്മുടെ സ്കൂളെത്തി? ഇല്ല, അന്ന് ആരാമ്പ്ര UP സ്കൂളിൽ പഠിക്കുന്ന. എനിക്ക് അവനൊരു വാക്ക് തന്നിരുന്നു, നാഷണൽ ലെവലിൽ തീർച്ചയായിട്ടും പോയി വരും, മെഡൽ വാങ്ങി വരും. അതവനിപ്പോൾ സാധിച്ചു. മറ്റ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ സൈക്കിളൊക്കെ വാങ്ങിച്ച് ക്യാമ്പിലുള്ളവരൊക്കെ സൈക്കിൾ വാങ്ങിച്ചിട്ടാണല്ലോ മത്സരത്തിന് പോവുകയും ചെയ്തിരുന്നത്. ടീച്ചർ ഒരു സൈക്കിൾ വാങ്ങി തരാമെന്ന് പറഞ്ഞു. കയ്യിലെത്തിയപ്പോൾ എന്താ മോൻ്റെ ഫീൽ? ഒരു സന്തോഷമായി. കളിക്കാമല്ലോ, ആരും സൈക്കിൾ വാങ്ങണ്ടല്ലോ, പോയി കളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് വലുതാവണ വരെ നാഷണൽ കളിക്കാമെന്ന് വിചാരിച്ചു. സൈക്കിളില്ലാത്ത പേരിൽ അങ്ങനെ തള്ളപ്പെടില്ലല്ലോ. സൈക്കിൾ കിട്ടിയപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് കൂടി. കൂടി. സ്വന്തം സൈക്കിളാകുമ്പോഴേ കൈമ കളിക്കാനുള്ളൊരിത് വരുള്ളൂ. വേറെ സൈക്കിൾ വാങ്ങാണെങ്കിൽ ടച്ച് കിട്ടൂല. സ്വന്തം സൈക്കിളുമ്പോൾ കളിക്കാൻ നല്ല സ്റ്റേറ്റും സ്പീഡും കിട്ടുള്ളൂ. സൈക്കിൾ പോളോയ്ക്ക് പുറമെ നല്ലൊരു ഫുട്ബോൾ താരവുമാണ് ഷാനിദ്. കടം വാങ്ങിയ ബൂട്ടും സൈക്കിളുമായി മത്സരത്തിന് പോകുന്ന മകനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഉമ്മയുടെ നെഞ്ചു പിടയുന്നുണ്ട്. ഓരോ ദിവസവും എൻ്റെ കുട്ടികളോടുള്ള ബൂട്ട് കടം വാങ്ങിയിട്ടാണ് ഒരു ദിവസവും കളിക്കാൻ തന്നെ പോണത്. അന്ന് ആരോടും നിങ്ങൾ പറയലില്ല. ഓരോ ദിവസം ഞങ്ങൾക്ക് അറിയാം എന്താ കഷ്ടപ്പാട് പെടുത്തത്. ഓനിക്ക് തന്നെ അറിയപ്പെടുത്തത് എന്താന്നൊക്കെ. കുറേ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ മോനെ, ഇനി എൻ്റെ മോനൊരു നല്ല നിലക്ക് എത്തണമെങ്കിൽ. മോന് ഉഷാറായിട്ട് കളിക്കുന്നുണ്ട്, അത് മതി, വേറൊന്നും വേണ്ട. ഈ മെഡലൊക്കെ വാങ്ങിച്ചു വരുമ്പോൾ വലിയ സന്തോഷമായിരിക്കില്ലേ? അറിഞ്ഞ ആരാമ്പ്ര സ്കൂളിൽ പഠിക്കുമ്പോഴാവും ഫസ്റ്റായിട്ട് മെഡൽ വാങ്ങുമ്പോൾ അപ്പം തന്നെ മാഷുമാർ വിളിച്ച് പറഞ്ഞപ്പോൾ എന്തെന്നല്ല എന്താ സന്തോഷം കൂടി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതായിപ്പോയി. പിന്നെ 7ാം ക്ലാസ് പഠിക്കുന്ന ടൈമിൽ പിന്നെ അത് കഴിഞ്ഞ് പിന്നാണ് ഓന് 3-4 പ്രാവശ്യം പോയിട്ട് വാങ്ങിക്കൊണ്ടിരുന്നത്. അതേമാതിരി കോഴിക്കോട് ടൗണിൽ മുട്ടായി തെരുവിലുണ്ട് ഒരു VM ജ്വല്ലറി. അവിടുത്തെ അജിത്തേട്ടനാണ് ഇവൻ്റെ 2-3 പോക്കിനൊക്കെ പൈസ കൊടുത്ത് സഹായിച്ചതും. പിന്നാണ് 2ാമത്തെ പോക്കിന് സൂറ ടീച്ചറെ വക സൈക്കിൾ ഇട്ടാൻ ഫസ്റ്റ് പോയത്. ഒരാളോട് കടം വാങ്ങിയിട്ട് അങ്ങനെയാണ് സൂറ ടീച്ചർ അത് അറിഞ്ഞിട്ട് ഓനിക്ക് 2ാമത്തെ പ്രാവശ്യം സൂറ ടീച്ചർ പുതിയൊരു സൈക്കിൾ വാങ്ങിക്കൊടുത്ത്. ഓരോ അധ്യാപകർ നമുക്കിത് വാങ്ങിത്തരും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. സൂറ ടീച്ചറിന് ഓന് പറയാൻ പറ്റണില്ല ഓനക്ക് ഓൻ്റെ സന്തോഷങ്ങൾ. അത്രയും ഓന് സന്തോഷം കൊണ്ട് ഇവിടെ കയറി വന്നത്. അങ്ങനെ പിന്നെ ആഷിഖിനെ മറക്കാൻ പറ്റില്ല. ആഷിഖ് കാരനാണ് എൻ്റെ മോൻ ഇവിടെ എത്തിയത്. കാരണം ആഷിഖ് വായക്കാട് ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഓനെ പരിശീലിപ്പിച്ച് ഓനെ കൊണ്ടുപോയി മെഡൽ വാങ്ങി ഒക്കെ കൊടുത്തത് ആഷിഖ് ഒരാൾ കാര്യം. ഓരോ ദിവസം ഞാൻ പണിക്ക് പോകുമ്പോൾ ഓനെ പറയും, മന്നിക്ക് ക്യാമ്പുണ്ട്, ഇത്ര ഉറുപ്പ്യ വേണം. അപ്പം ഞാൻ പറയും എൻ്റെ ഇല്ലല്ലോ മോനെന്ന് പറയുമ്പോൾ വെറും 60 രൂപ, കൂടുതലൊന്നും കൊണ്ടുപോവില്ല, വെറും 60 രൂപ. 28 പുതിയ സ്റ്റാൻഡിലേക്ക് 28 ഇങ്ങോട്ട്, അതിന് 56 രൂപ കഴിച്ച് ബാക്കി 4 ഉറുപ്പ്യ ഓൻ്റെ കൈമേലുണ്ടാവാം. ഒരു വെള്ളമൊന്നും കുടിക്കൂല. കളി കഴിഞ്ഞ് അവിടുന്ന് കിട്ടുന്ന എന്താ വെള്ളം എന്താന്ന് വെച്ചാൽ കുടിച്ചിട്ട് രാത്രി 8:30 മണിയാവും വീട്ടിലെത്തി കയറണമെങ്കിൽ. ഉപ്പയും ഉമ്മയും 4 മക്കളും അടങ്ങുന്ന ഷാനിദിന്റെ കുടുംബത്തിന് സ്വന്തമായൊരു വീടുമില്ല. സഹപാഠിക്കൊരു വീട് പദ്ധതിയിൽ ഷാനിദിന് വീട് വെച്ച് നൽകാൻ സ്കൂൾ തയ്യാറാണ്. ആരെങ്കിലും സ്ഥലം നൽകിയാൽ ഷാനിദിന് സ്കൂൾ വീടൊരുക്കും. അപ്പോൾ അതിലൊക്കെ ഞങ്ങളുടെ മാനദണ്ഡം എന്ന് പറയുന്നത് കുറച്ച് ഒരു 2-3 സെൻറ്റ് സ്ഥലമെങ്കിലും ഉള്ള ആളുകൾക്കാണ് നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഷാനിദ് ആ ലിസ്റ്റിൽ പെടാതെ പോകാനുള്ള കാരണം അതായിരുന്നു, സ്വന്തമായിട്ട് വീടില്ല, സ്ഥലമില്ല എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്ഥലം കൂടെ കൊടുക്കാൻ ഏതെങ്കിലും സുമനസ്സുകൾ തയ്യാറായാൽ തീർച്ചയായിട്ടും അടുത്ത
ഒരാളായിട്ട് ആ ലിസ്റ്റിൽ അടുത്ത ആളായിട്ട് നമുക്ക് ഷാനിദിനെ പെടുത്താൻ പറ്റുമായിരുന്നു. ചക്കാലക്കൽ HSS സ്പോർട്സ് അക്കാദമിയിലെ മുഹമ്മദ് ആഷിഖാണ് ഷാനിദിന് പരിശീലനം നൽകുന്നത്. വേറെ അങ്ങനെ ആവില്ല, അമ്മനും പോറ്റാൻ എനിക്ക് നല്ലൊരു വീടും മതി. ഷാനിദിന്റെ ആഗ്രഹം നമ്മൾ കേട്ടു. അവന് ഉപ്പയും ഉമ്മയൊക്കെ നന്നായി നോക്കണം എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഒപ്പം തന്നെ രാജ്യത്തിന് വേണ്ടി കളിക്കുക എന്നുള്ളൊരു വലിയൊരു മോഹവും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ കുഞ്ഞുമകൻ ആ സ്കൂളിൽ പഠിക്കുന്ന. ടീച്ചർമാരുടെയൊക്കെ നല്ല പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇവിടെ എത്തിയത്. സൂറ ടീച്ചർ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം അധ്യാപകർ അവനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി മറ്റുള്ളവരുടെ സഹായം കൂടെ അവർ പ്രതീക്ഷിക്കുകയാണ്. ബബീഷ് കക്കോടിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.